ഉത്തർപ്രദേശിൽ നിന്ന് ബുൾഡോസർ പതുക്കെ ഉരുണ്ട് നീങ്ങി ബീഹാറിലേക്ക് എത്തി. ദർഗ പൊളിച്ചു എന്ന് പറയാം. അതായത് ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി, ആഭ്യന്തരമന്ത്രിയാണ്, ഹർഷ് സാങ്വിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇത് വായിച്ചു. അദ്ദേഹം പറയുകയാണ്, ഭഗവാൻ കൃഷ്ണൻ്റെ ഭൂമിയാണ് ദ്വാരക. ദ്വാരകയിൽ ഒരു കയ്യേറ്റവും അനുവദിക്കില്ല. ഈ ദ്വാരകാ നിവാസികളുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശ്വാസികളുടെ വിശ്വാസവും ഭക്തരുടെ വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭൂപേന്ദ്രഭായ് സർക്കാർ, മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ സർക്കാർ ഭഗവാന്റെ ജന്മഭൂമിയിലുള്ള ജന്മസ്ഥലത്തുള്ള എല്ലാ കയ്യേറ്റങ്ങളും പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാണ് ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബുൾഡോസർ ബാബ എന്ന് വിളിച്ച് യോഗി ആദിത്യനാഥിനെയാണ് വിശേഷിപ്പിക്കുന്നത്. യോഗി അവിടെ ഈ കേസിൽ പ്രതിയാവുന്നവരുൾപ്പെടെ അനധികൃത കയ്യേറ്റക്കാരുൾപ്പെടെ എന്തിനും വഖഫിൻ്റെ ഉൾപ്പെടെ ഭൂമി പിടിച്ചെടുക്കുന്നു, അളക്കുന്നു, പൊളിക്കുന്നു ഒക്കെയാണ്. ഉടനെ കുറേ ആളുകൾ ഓടി സുപ്രീം കോടതിയിലേക്ക് പോയി ബുൾഡോസർ രാജ് പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സുപ്രീം കോടതി ബുൾഡോസർ ഉപയോഗിക്കുന്നത് തടഞ്ഞു എന്നാണ് വാർത്ത വന്നത്. പക്ഷേ ആമ്പിള്ളേർ ബുൾഡോസർ ഉപയോഗിച്ച് പിന്നെയും പൊളിക്കുന്നുണ്ട്, പൊളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് യു പി കടന്നിട്ട് ഗുജറാത്തിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഗുജറാത്തിൽ പവിത്രമായ ദ്വാരക ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് ബെറ്റ് ദ്വാരക എന്നൊരു സ്ഥലമുണ്ട്. ബെറ്റ് ദ്വാരകയിൽ അത് ഭഗവാന്റെ ശ്രീകൃഷ്ണ ജന്മഭൂമി സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം തന്നെ, ദ്വാരകയുടെ ഭാഗം തന്നെ. ബെറ്റ് ദ്വാരക എന്നാണ് പറയുന്നത്. കടവന്ത്ര കഴിഞ്ഞിട്ട് കൊച്ചു കടവന്ത്ര എന്ന് പറയുന്നില്ല, അത് തന്നെ. അപ്പോൾ ബെറ്റ് ദ്വാരകയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെയൊക്കെ സ്ഥലം. അവിടെ ഒരു ദർഗയുണ്ടായിരുന്നു, ഹസ്രത്ത് പഞ്ച് പീർ ദർഗ. കുറേ കാലമായി അവിടെ, കുറേ വർഷങ്ങളായി അവിടെ മുസ്ലിങ്ങൾ ഒരു ദർഗയുണ്ടാക്കി ആരാധന നടത്തുകയാണ്. ഇന്നലെ ബുൾഡോസറുകൾ ഉരുണ്ടു ചെന്നു, പൊളിച്ച് ദൂരെ കളഞ്ഞു. ഒന്നും ചോദിച്ചില്ല, ഒന്നും ചോദിക്കണ്ട. സർക്കാർ പറഞ്ഞു ഇത് അനധികൃതമാണ്. സർക്കാർ ഭൂമിയിൽ ദ്വാരക എന്ന് പറയുന്ന പുണ്യസ്ഥലത്ത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ഈ സ്ഥലത്ത് നിയമവിരുദ്ധമായി പൊതു സ്ഥലം കയ്യേറി, സർക്കാരിൻ്റെ സ്ഥലം കയ്യേറി ഉണ്ടാക്കിയിരിക്കുന്ന പ്രദേശമാണ്. ദ്വാരകയിൽ ഇങ്ങനെ കയ്യേറ്റങ്ങളുണ്ട്. ഈ കയ്യേറ്റങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ പൊളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് 1000 ചതുരശ്ര മീറ്റർ പ്രദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു 1000 ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 കിലോമീറ്റർ റേഡിയസ് അല്ലേ? 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററാണ്. 1000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ പ്രദേശത്തെ സകല സാധനവും ഇന്നലെ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരിക്കുന്ന കേരളത്തിലെ ചാനൽ ജഡ്ജിമാരോടും അവരുടെയൊക്കെ അറിവിലേക്കാണ് നിങ്ങളിത് കണ്ടു. പക്ഷെ നിങ്ങളിത് പറയത്തില്ല. നിങ്ങൾ പറയുന്നത് ഇവിടെ നിരാശരായി വിഷമിച്ചിരിക്കുന്ന ചില ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുപ്രീം കോടതി വിലക്കിയിട്ടുണ്ട് കേട്ടോ, ഇനിയൊന്നും പൊളിക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല, സുപ്രീം കോടതി വിലക്കിയിട്ടൊന്നുമില്ല. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അനധികൃത കയ്യേറ്റം എവിടെ കണ്ടാലും പൊളിക്കണമെന്നാണ്. അതിന് ഒരു അനുവാദവും വേണ്ട. ഒരു നോട്ടീസ് കൊടുക്കുക, പൊളിച്ച് ദൂരെ കളയുക. നോട്ടീസ് ഇത്ര നാളത്തെ നോട്ടീസ് കൊടുക്കണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന 12 മണിക്കൂർ 24 മണിക്കൂർ നോട്ടീസ്. ഒഴിഞ്ഞു പോ, ഇല്ലെങ്കിൽ ഒഴിപ്പിക്കും. പഴയ മന്ത്രവാദി പറയുന്ന പോലെ ഒഴിഞ്ഞു പോകാൻ ന്യായമായ സമയം കൊടുക്കും, പോയില്ലെങ്കിൽ പൊളിക്കും. അപ്പം സുപ്രീം കോടതി മോദി സർക്കാരിന് അല്ലെങ്കിൽ യോഗി സർക്കാരിന് കൂച്ചുവിലക്കിട്ടു. ബുൾഡോസർ രാജ് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം പറഞ്ഞ് സമാധാനിച്ചു കൊണ്ടിരിക്കുന്നവർക്കുള്ള മറുപടി വന്നിരിക്കുന്നുണ്ട്. യു പി കഴിഞ്ഞു, ഇപ്പോൾ ഗുജറാത്തിൽ താരതമ്യേന ബുൾഡോസർ അധികം ഉരുളാത്ത സ്ഥലമാണ്. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, വേറൊരു 4000 സ്ക്വയർ മീറ്റർ കൂടി ഇന്നലെ ഒഴിപ്പിച്ചു. 4000 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ 4 ചതുരശ്ര കിലോമീറ്റർ കൂടെ ഒഴിപ്പിച്ചു. അപ്പോൾ ടോട്ടൽ ഇന്നലെ ഒഴിപ്പിച്ചത് 5 ചതുരശ്ര കിലോമീറ്റർ. ഈ 4000 ചതുരശ്ര മീറ്ററിന് ഒരു പ്രാധാന്യമുണ്ട്. ഒരു ദ്വീപാണ് പിറോട്രാൻ ദ്വീപ്. പിറോട്രാൻ ദ്വീപ് എന്ന് പറയുന്നത് ദ്വാരകയിൽ നിന്ന് ഒരല്പം മാറി കടലിലുള്ളൊരു ദ്വീപാണ്. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദ്വീപിനോട് ചേർന്ന് സിംഗിൾ പോയിൻറ്റ് മൂറിങ് SPM എന്ന് പറയും. നമ്മുടെ ഇവിടെ ചെറായിൽ നിന്ന് 20 കിലോമീറ്റർ പോയാൽ ഒരു SPM ഉണ്ട്. അതായത് അന്താരാഷ്ട്ര മേഖലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ, ക്രൂഡ് ഓയിൽ ഷിപ്സ് അവിടെ വരും. ഈ SPMൽ വന്നിട്ട് അവിടെ ഘടിപ്പിക്കും. അവിടെ പൈപ്പ് ഘടിപ്പിച്ചിട്ട് കടലിൽ നിന്ന് നമ്മുടെ തുറമുഖത്ത് വരാതെ ഉൾക്കടലിൽ, നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ തന്നെ സമുദ്രത്തിൽ തീരത്ത് നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ SPMൽ വന്നിട്ട് കപ്പലിലെ എണ്ണക്കപ്പലുകൾ ഈ SPMൽ അവരുടെ ഘടിപ്പിച്ച് എണ്ണ അവിടെ നിന്ന് പമ്പ് ചെയ്യും.
ആ പമ്പ് ചെയ്തിട്ട് നമ്മുടെ എറണാകുളത്ത് കൊച്ചി റിഫൈനറിലെത്തും. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അതായത് SPMൻ്റെ ഉദ്ഘാടനം നടന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയിരുന്നു. അത് പോയി നമ്മൾ കണ്ടു. അപ്പോൾ കടലിൽ കൊച്ചിയിലേക്ക് വരണ്ട. ഇപ്പോഴും നമ്മളറിയാം, മറൈൻ ഡ്രൈവിൽ പോയാൽ അവിടെ കപ്പലുകളെടുത്ത് അവിടെ നിന്ന് കരയിൽ നിന്ന് നമുക്ക് കാണാം. മറൈൻ ഡ്രൈവ് ആ പാർക്കിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഫൈനാൻസ് ഹാളിൻ്റെയൊക്കെ അടുത്ത് ഈ കപ്പലുകൾ എടുത്തിട്ട് എണ്ണ പമ്പ് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രയും കപ്പലുകൾ നമ്മുടെ കരയോട് ചേർന്ന് വരണ്ട. ഇൻ്റർനാഷണൽ വാട്ടർ റൂട്ടിൽ പോകുന്ന കപ്പലുകൾ കടലിൽ വെച്ച് തന്നെ പമ്പ് ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഇത് ഈ പിറോട്രാൻ ദ്വീപിലാണ്, ഇതിനടുത്താണ് ഈ SPM ഉള്ളത്. അത് രാജ്യത്തെ ഓയിൽ സപ്ലൈയുടെ 60% അവിടെയാണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള പിറോട്രാൻ ദ്വീപ് വളരെ പ്രധാനമായിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് അതിപ്പോൾ BJP സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. BJP സർക്കാരിൻ്റെ ഇവിടെ ഒരു വീഴ്ചയാണെന്ന് പറയാം. ആ തെറ്റ് തിരുത്തി. ഇപ്പോൾ കാലങ്ങളായിട്ട് ആ ദ്വീപിൽ വലിയ തോതിൽ കയ്യേറ്റമായിരുന്നു. അവിടെ പള്ളികൾ, ദർഗ, ഒരു മതത്തിൻ്റെ സാമ്രാജ്യം പോലെ ഈ ദ്വീപ് അങ്ങ് മാറ്റിയിരുന്നു. 4 കിലോമീറ്ററുള്ള ദ്വീപാണ്. അപ്പം സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു, രാജ്യത്തിൻ്റെ എണ്ണ, ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്ന SPM ഉള്ളതിൻ്റെ തൊട്ടടുത്തുള്ള ദ്വീപ് ഒരു പ്രത്യേക വിഭാഗം കയ്യേറി അവരവരുടെ ആരാധനാലയങ്ങൾ കൊണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, ഇന്ത്യയിലൊരു അട്ടിമറി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ ആ ദ്വീപ് കേന്ദ്രീകരിച്ച് SPM തകർക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ നമ്മുടെ എണ്ണ വിതരണത്തിൻ്റെ 60% നിലച്ചു പോകും. അപ്പോൾ അത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് പിറോട്രാൻ ദ്വീപ് എന്ന് കണ്ടിട്ട് ഇന്നലെ ബോട്ടിലും ജങ്കാറിലൊക്കെ കയറ്റിയിട്ട് ബുൾഡോസർ അങ്ങോട്ട് ചെന്നു. അവിടുത്തെ സകല സാധനവും ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. പള്ളിയുണ്ട്, ദർഗയുണ്ട്, ഒന്നും നോക്കിയില്ല, എല്ലാം ഇടിച്ചു പൊളിച്ചു. കാരണം ഒരു ദ്വീപ് അങ്ങ് കയ്യേറി. കാരണം അത് നമ്മളിപ്പോൾ കൊച്ചിയിലൊക്കെ അറിയാലോ, കാണുമ്പോൾ ചില ദ്വീപുകളൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിലേക്ക് ചെന്നിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി ഒരു മതവിഭാഗം ഒരു ദ്വീപങ്ങ് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കഴിഞ്ഞ എത്ര വർഷമായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഗുജറാത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴൊന്നും സർക്കാർ, നരേന്ദ്രമോദി പോലും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെയായിരുന്നായിരിക്കാം ദ്വീപ്. എന്തായാലും ആ തിരുത്തിയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും കയ്യേറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളൊരു മറുപടി പോലെയാണ് ഇന്നലെ ദ്വാരകയും പിറോട്രാൻ ദ്വീപും ഉത്തർപ്രദേശ് സർക്കാർ ക്ലീനാക്കി എന്ന് പറഞ്ഞാൽ അത് ലിറ്ററലി ക്ലീനാക്കി. കാരണം 2 കാര്യങ്ങൾ പറഞ്ഞു. ഇത് മറൈൻ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു പിറോട്രാൻ ദ്വീപ്. കടലിൽ മറൈൻ നാഷണൽ പാർക്കുകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. നമ്മൾ നാഷണൽ പാർക്ക് മതികെട്ടാൻ നാഷണൽ പാർക്ക്, സൈലൻറ്റ് വാലിയൊക്കെ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന പോലെ ഇപ്പം കടലിലുള്ള ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പിറോട്രാൻ ദ്വീപ് കയ്യേറിയിരുന്നു. ശ്രമമല്ല, കൈ വെച്ചിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഈ ബുൾഡോസർ. അതാണ് ഇന്നലെ പോയി കംപ്ലീറ്റ് പൊളിച്ച് കളഞ്ഞ് ആളുകളെയൊക്കെ അടിയും കൊടുത്ത് വീട്ടിൽ പറഞ്ഞു വിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബുൾഡോസർ രാജ് അവസാനിച്ചു. ഞങ്ങളൊരു മതത്തിൻ്റെ പേരിൽ കുറേ മീനാരോ ഇഡലി പോലത്തെ കുറേ സാധനം ഉണ്ടാക്കി വെച്ചാൽ ആരും പൊളിക്കാൻ പറ്റത്തില്ല എന്ന് കരുതുന്ന കാലമൊക്കെ തെറ്റി. സുപ്രീം കോടതി ഇത് പൊളിക്കേണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പിറോട്രാൻ ദ്വീപ് തിരിച്ചു പിടിച്ചു എന്ന് പറയാം. തിരിച്ചു പിടിക്കാൻ കാരണം ഒന്ന്, ദേശീയ സുരക്ഷ. കടലിൽ കിടക്കുന്നു, നമ്മുടെ സിംഗിൾ പോയിന്റ് മൂറിങ്ങിന് തൊട്ടടുത്താണ്. അതുകൊണ്ട് അത് കിട്ടിയേ തീരൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഗുജറാത്ത് സർക്കാർ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പ്രതീക്ഷിച്ചു ഇന്ന് രാവിലെ ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പത്രത്തിലൊക്കെ വലിയ വാർത്ത വരേണ്ടതാണെന്ന് കണ്ടു. പക്ഷെ ഒന്നും കണ്ടില്ലല്ലോ. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. അപ്പോൾ അവർക്ക് അറിയാം ഒരു ന്യായമൊക്കെ വേണ്ടേ. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് ആരും വരണ്ട. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഒരു പോസ്റ്റ് കണ്ടു, ലക്ഷദ്വീപിലേക്ക് ഗുജറാത്തികൾ വരണ്ട. അതായത് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമല്ലേ. ലക്ഷദ്വീപുകൾക്ക് ഗുജറാത്തിക്കും മലയാളിക്കും തെലുങ്കനും ഡൽഹിക്കാരനും മഹാരാഷ്ട്രക്കാരനും ഇന്ത്യയിൽ എവിടെയും പോവാം. അതെ, ലക്ഷദ്വീപിന് പ്രത്യേകത, ലക്ഷദ്വീപ് നമ്മുടെ അപ്പന് ശ്രീധരൻ കിട്ടിയ വകയല്ലേ. അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതേ ആൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇടുന്നത് ലക്ഷദ്വീപ് കാണാൻ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ലക്ഷദ്വീപ് അതാ പറഞ്ഞു, ലക്ഷദ്വീപ് പറയാൻ പോകാൻ, ലക്ഷദ്വീപിലേക്ക് വരണ്ട എന്ന് പറയാൻ ഇവരാരാ? ലക്ഷദ്വീപിലേക്ക് വാ എന്ന് പറയാൻ ആരാണ്? അതെ, ലക്ഷദ്വീപിൽ ബയോവെപ്പൺ പ്രയോഗിച്ച ആളെ കുറിച്ചല്ലേ. എന്തിന് ഇവരുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മൾ വെറുതെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു? ആരാണ് ഇത്? ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നപ്പോൾ കുറേ
രാഷ്ട്രീയമൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സീറ്റ് കിട്ടുമായിരിക്കും എന്ന് കരുതിയുള്ള ചില അഭ്യാസങ്ങളൊക്കെ നടന്നിരുന്നു. അതെ. അപ്പോൾ അതൊക്കെ വിട്ടുകൾ, ആ പേരൊന്നും നമ്മൾ പറയണ്ട. ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാര്യം പറഞ്ഞതേ തെറ്റ്. ലക്ഷദ്വീപ് ആരും മൈൻഡ് ചെയ്യുന്നു? അനാഗത ശ്മശ്രു എന്നൊക്കെ പറയുന്ന പോലെ അറിയാതെ കിളുത്തു പോകുന്ന ഒരു രോമം. അതെ, വിട്ടുകൾ. അപ്പോൾ ഏതായാലും ബുൾഡോസർ യു പി കടന്നില്ല. ബുൾഡോസറിന് തൽക്കാലം ബ്രേക്കില്ല. ബുൾഡോസർ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.